വെൽക്കം ടു മോട്ടോർ ഡൈജീസ് 555. ഇന്ന് ഞാൻ പുതിയൊരാളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയൊരാളല്ല, നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരാളാണ്. പക്ഷേ ഞാൻ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവനെ ഇപ്പോഴാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇവനാണ് നമ്മുടെ ഹീറോ. എൻ്റെ ഫസ്റ്റ് ബൈക്ക് 2006 മോഡൽ ഡിസ്കവർ. എൻ്റെ പാഷന് തുടങ്ങുന്നതും ആ പാഷനിലേക്ക് എനിക്കൊരു കൂട്ടായിട്ട് വരുന്നതും നമ്മുടെ ഈ ഡിസ്കവറാണ്. ഇവനിൽ നിന്നാണ് എല്ലാതും സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ഇവനിലാണെങ്കിൽ കുറേ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഫസ്റ്റത്തെ ബൈക്ക്, നമ്മളെടുത്ത ബൈക്ക്, നമ്മളെ സ്വന്തം പൈസക്ക് എടുത്ത ബൈക്ക്, അങ്ങനെയുള്ള കുറേ ഫീലിങ്സും കുറേ ഓർമ്മകളും ഇപ്പോഴും നമ്മൾ വെൽ മൈൻഡൻ്റ് ആയിട്ട് ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. ട്രയംഫ്, ബെൻലിയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവനും ഇപ്പോഴും ഫസ്റ്റത്തെ ഒരാൾ എന്നുള്ള രീതിയിൽ ആ സ്ഥാനം നമ്മളെന്തായാലും കൊടുക്കുന്നുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ, ഡിസ്കവറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. വണ്ടി നമുക്കൊന്ന് ഓടിച്ചിട്ട് ആക്കിയിട്ട് സംസാരിക്കാം. ഡിസ്കവർ ഞാൻ വാങ്ങുന്നത് കറക്റ്റ് എനിക്ക് ഇയർ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. കാരണം ഇയർ കാര്യങ്ങളൊന്നും ഓർപ്പിക്കാറില്ല. അപ്പോൾ 2006 മോഡൽ. ഞാൻ ഒരു 6000 രൂപയ്ക്കാണ് ഞാൻ ഇവനെ ഇതാക്കിയിട്ട് വാങ്ങിയത്. പിന്നെ ഈ ഒരു 50 രൂപയുടെ പെട്രോളിൽ ഇവൻ കുറേ യാത്രകൾ സമ്മതിച്ചിട്ടുണ്ട്. 50 രൂപയ്ക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അന്നത്തെ ആ ടൈമിൽ 50 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരുന്നു. ആ പൈസയ്ക്ക് എന്നെ അടിച്ചിട്ട് കുറേ ഞാനെൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മളൊരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവ മാറി. എപ്പോഴും നമുക്ക് കിട്ടുക, നമ്മൾ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ചെറിയൊരു വണ്ടി അങ്ങനെയൊക്കെ ഒരു ഇതാവും. പക്ഷെ നമുക്ക് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു പുതിയ വണ്ടി, ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുന്ന ഒരു ഇതാണ്, ഫീലാണ്. ഞാൻ ട്രയംഫ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ ഡിസ്കവർ വാങ്ങുമ്പോൾ അന്നുണ്ടായിരുന്ന 6000 രൂപയ്ക്ക് ഡിസ്കവർ വാങ്ങുമ്പോഴുള്ള ആ ഫീല് ഈ ട്രയംഫ് വാങ്ങുമ്പോൾ, സൂപ്പർ ബൈക്ക് ട്രയംഫ് വാങ്ങുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഒരു ഫീലിങ്സും നമ്മളിപ്പോഴും അത് കൊണ്ട് നമുക്ക് ആ വണ്ടീനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫീലിങ്സ് ഇപ്പോഴും നമ്മൾ ആ വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി നമ്മൾ വീട്ടിൽ നമ്മൾ കാണുമ്പോഴും നമുക്ക് ആ ഫീലിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊരു ഇതാണ്, ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ അറിയാം. നമ്മൾ പണ്ടത്തെ ആ ഓർമ്മകളിലേക്കാണ് പോകുന്നത്. ശരിക്കും ആ ഒരു ഫീലിങ്സ് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിന് ശരിക്കും കിട്ടുന്നില്ല. എങ്ങനെ ഫീലിങ്സ് എങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പാഷൻ എന്തൊക്കെ തുടങ്ങിയാണ്. നമുക്ക് ഏത് വണ്ടീൻ്റെ എത്ര വലിയ വണ്ടി വന്നാലും ഇവൻ എന്തായാലും നമ്മളെ കാർപ്പറേഷനിലായിരിക്കും എപ്പോഴും ഉണ്ടാവും. നല്ല കണ്ടീഷനായിട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ആദ്യത്തെ വണ്ടി എന്തായാലും ബൈക്കിനോട് പാഷനുള്ള ഒരാൾ നമ്മൾ ആദ്യത്തെ വണ്ടി എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ, നമ്മുടെ അടുത്തുള്ള വണ്ടികൾ മാക്സിമം കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ, നമുക്ക് ആ മൊമെൻറ്റിലുണ്ടായ ഓർമ്മകൾ ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് കയറി വരും. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ബാക്കി ഞാൻ